പുതിയ വീടായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ തമ്മില് കണ്ട പോലെ നമ്മളെ കൊണ്ടുപോയിട്ടില്ല കൊണ്ടുപോയിട്ട് പറയുന്നതാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിൽ അവിടെ എന്താ പറയുക ഇന്നത്തെ സ്പെഷ്യൽ പരിപാടി ഞങ്ങൾ ഓട്ടോഷാണ് വണ്ടിപ്രാന്തമാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അടുത്ത ദിവസമാണല്ലേ. ഇപ്പൊ പരിപാടിക്ക് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നമ്മൾ പോയിക്കൊണ്ടുപോയി അല്ലേ. അപ്പൊ ഇന്നിപ്പോ ആദ്യം എന്താ പറയാ നമ്മുടെ ഓട്ടോഷോടെ അവിടെ വന്ന് പോയിക്കൊണ്ടിരിക്കണം നമ്മളെ കൊണ്ടുപോയി ഞാൻ ഡ്രൈവ് ചെയ്യാണ്, അതുകൊണ്ടാണ് ഞാൻ അധികം സംസാരിക്കാത്തത്. അങ്ങനെ നമ്മൾ പരിപാടി സ്ഥലത്ത് എത്തിയത് ഓരോ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനുള്ളിൽ ഹെയറോണൊക്കെ അടിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ വെച്ചുള്ള പരിപാടി ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. കൈസ് നമ്മളെന്തായാലും കുറെ ട്രൈ ചെയ്തു. പക്ഷെ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വണ്ടികളെ കൊണ്ട് തല്ലായതുകൊണ്ട് ഇട്ടാളെ ഗ്യാപ്പില്ലാന്ന് പറഞ്ഞത്. അപ്പം എന്താ പറയാ വണ്ടി കാറ്റിൽ നടക്കൂല. അപ്പം എന്തായാലും നമ്മൾ നൈസായിട്ട് ടിക്കറ്റ് എടുത്തിട്ടേ വേറെ അല്ലേ. എന്താണ് അഭിപ്രായം? ടിക്കറ്റ് എടുക്കാൻ പോവാം. എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് വരാം. ബോസേവാ കൈസ് ഇവിടെ നിന്നോ ടിക്കറ്റ് എടുക്കുന്നത്. നമ്മളിതാ ടിക്കറ്റ് എടുത്തു. അഖിലേ എടുക്കുന്നുള്ളൂ. ടിക്കറ്റ് എടുത്തതിന് ശേഷം നേരെ അതിൻ്റെ ഉള്ളിൽ കയറാം. അവിടെ ഫുള്ള് പൊട്ടിക്കലാണ്. ഇതാണ് പരിപാടി, കൊണ്ടോട്ടി വരവ്. പിന്നെ ഈ ക്ലബ്ബുകളൊക്കെ ഉണ്ട് ഈ പരിപാടി നടത്തുന്നത്. ഉള്ളിൽ ചെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. M10 വരാൻ മെയിൻ അല്ലേ. അവിടെ ഉള്ളിൽ കയറണം. അതാണെങ്കിൽ ഉള്ളിൽ കയറിയിട്ട് കേട്ടോ. കിട്ടി ഗൈസ്. ഇവിടെ ഫുള്ള് പൊട്ടിക്കലുണ്ട് മോനെ. റിവീലിങ്ങിനുള്ള വണ്ടിയാണ് കേട്ടത്. നിങ്ങളൊന്നും പറയാൻ വയ്യാലേ. നന്നായിട്ട് ഒച്ചപ്പാടാണ്, നന്നായിട്ട് സീനാണ്. ഇതൊക്കെ കാണുമ്പോൾ കുളിര് കുറയാണ് ഗൈസ്. എല്ലായിടത്തും വണ്ടികൾ നല്ല കീച്ചലാട്ടോ. ഒരുപാട് പോയതാ. അമേസിംഗ് പറഞ്ഞ അമേസിംഗ്. GT-യുടെ കളിയല്ലേ പോളോ. ഇന്ന് പോലെ അധികം കാലത്തും പോളോ കാണണം. പിന്നെ ഈ സ്ഥലത്ത് ഇതാ വിന്റേജ് വണ്ടികൾ അവിടെ ഉണ്ട്. എന്തായാലും മാസ്മാർക്ക് പരിപാടി. മൈക്കൊന്നും കുത്തിയില്ല. ഇവിടെ ചെവി വെക്കണം. ഇപ്പോഴൊന്നും ഒതുങ്ങിയല്ല എല്ലാവരും. പൊട്ടിക്കലോട്ട് പൊട്ടിക്കുക. ഞങ്ങളിവിടെ വന്നതിന് ശേഷം ചൂടേ കിടക്കണം. ആ തലക്കലൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ കിട്ടുക. ഓരോ വണ്ടീൻ്റെ ആൾക്കാർ പോയി പരിചയപ്പെടണം. മറ്റേ വിന്റേജ് ടൈപ്പ് എല്ലാ
പൊളിക്കണ കച്ച സാധനം ഇത് പൊളിച്ചല്ലേ. ജസീമിനെ കിട്ടിയേ ഇവനറിയോ നമ്മളെ ക്ലബ് മേലിലെ മെയിൻ മുത്തുമണിയാണ്. ഈ രണ്ട് വണ്ടിയാണ് മറ്റേ റിവിനുകൾ തോന്നുന്നത്. ഒന്ന് അവിടെയുണ്ട്, ഒന്നത് അവിടെയുണ്ട്. നമ്മൾ രാത്രിത്തെ ഡി ജെ അടക്കാൻ പോണ ഷോ ആയിട്ട് സ്റ്റേജ് ആട്ടത്. ഇവിടെ നമ്മൾ വിൻറ്റേജ് വണ്ടികൾ അട്ടിയിടുന്നല്ലേ. നമ്മൾ ഇവിടുന്ന് വ്ളോഗ് എടുക്കാൻ വീഡിയോകൾ എടുക്കുന്നല്ലാണ്ട് എന്താ പറയാ, അവിടെയൊക്കെ ഫുള്ള് പൊട്ടിക്കലാ സീനാണ്. തീ തുപ്പി കളിക്കാനാണ് ഡ്രാഗൺ കുഞ്ഞുങ്ങളെ അറിയില്ലേ. ചുമ്മാ ഒരു പവറാണ് കാണാൻ. എന്റെ മോൻ എപ്പോഴും എത്തിയടാ മോനെ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആയി കളിച്ച കുറേ വണ്ടികളുണ്ട് ഇവിടെ. സിവിക് ഉണ്ട്, പിന്നെ നമ്മുടെ സെക്കൻഡ് വണ്ടിയാണ്. അത് നമ്മുടെ ക്ലബ്ബുള്ള വണ്ടിയാണ്. ജസീമിനെ നേരത്തെ കാണിച്ചില്ല ജസീം. അവൻ്റെ നമ്മുടെ ക്ലബ്ബുള്ള വണ്ടിയാണ്. സെന്നുണ്ട്, എല്ലാ ഐറ്റംസും വണ്ടി കയറില്ലേ. ഇവിടെ ഫുള്ള് പൊട്ടിക്കലായതുകൊണ്ട് അടുത്ത 200 രൂപ ഇതിന് ബാക്കിൽ. ഞാൻ മോനെ ഏതാ ഉറക്കില്ലേ ഈ വണ്ടിയുടെ ഓരോ ഇൻഷുറൻസ് ഉണ്ടല്ലോ ആലോയില്ല. ചെക്കൻ പുതിയതൊക്കെ അടിച്ചിറക്കണേ. നമ്പർ പ്ലേറ്റ് എല്ലാവർക്കും ഹൈഡാണ്. അവരുടെ ടീമിന്റെ സ്റ്റിക്കർ കാര്യങ്ങൾ എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ. ഓരോ ക്ലബിന്റെ സ്റ്റിക്കർ കാരണം അറിയാലോ. പിന്നെ അങ്ങനെ നമ്പർ പ്ലേറ്റ് വെച്ചാൽ ഇഷ്ടം എന്താ നമുക്കറിയില്ലേ. ആൾക്കാർക്ക് അറിയാം. പിന്നെ അത് അങ്ങനെ ആയി അടുത്ത പൊട്ടിക്കൽ തുടങ്ങി. കേട്ടോ അതൊക്കെ ഫുള്ളാണ്. പോളോജീഡിന്റെ കോട്ടുണ്ട് അവിടെ കിട്ടി ഫുള്ള്. അവിടെ തീ തുപ്പട എക്സ്റ്റെൻഡ് അവിടെ എന്തോണ്ടല്ലോ പോയിട്ടാ എല്ലാവരും ഫോൺ വെച്ചിട്ടുണ്ട്. ബാക്കില്ലേ അവിടെ ജസിംബ്രോനെ കിട്ടി ഗൈസ്. ജസിം നമുക്ക് പൊട്ടിക്കണ്ടേ, വണ്ടി പൊട്ടിക്കണ്ടേ. എക്സോസ് നമ്മൾ ഇറക്കൂലേ. ജസിമിന്റെ വണ്ടിയാണോ? അങ്ങനെ ജസിമിന്റെ വണ്ടി എടുത്തു പോവാ. ഇൻസ്റ്റാഗ്രാമിലെ കളിച്ച വണ്ടിയാണത്. അയ്യോ പൊളി 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 പൊളി. വന്ന മുതലായി അറിയാം ഏതാ സാധനം അതൊക്കെ ഉണ്ട്. ഇപ്പം ഒതുങ്ങി എല്ലാവരും. അതാ അവിടെ ഇവിടെ ആയിട്ട് പൊട്ടിച്ചിട്ടും കേൾക്കണം.
ഇതാണ് ഗൈസ് ഗീവ് അവേക്കുള്ള വണ്ടി. ഇതൊക്കെ സ്റ്റണ്ടിന് ഉപയോഗിക്കുന്ന വണ്ടിയാണോ? അങ്ങനെ നമ്മളെ ജെസ്സിമിന്റെ വണ്ടി കയറി കേട്ടോ. മൊയിലാളി എത്താണ് ഈ വണ്ടിയുടെ മൊയിലാളി? മൊയിലാളി ഒന്ന് കൈ തരും ഓണർ. എന്താണ് അഭിപ്രായം? എന്താ ഈ പരിപാടിനെ പറ്റിയിട്ട്? വളരെ നല്ല അഭിപ്രായം അല്ലേ? മോഡിഫിക്കേഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മോഡിഫിക്കേഷനെ കുറിച്ച് എന്താ പറയാനുള്ളത് വെച്ചാൽ മോഡിഫിക്കേഷൻ കീപ് മോഡിഫിക്കേഷൻ സേവ് മോഡിഫിക്കേഷൻ. സംശയങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞ ജസീമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ അഫ്രീദ് ജോയിൻ ചെയ്തത് വരുന്നേ ഉള്ളൂ. ഞാൻ ചെയ്ത് ഒരു വണ്ടിയാണ് ജിപ്പേ വണ്ടിയാണ്. അതിനകത്ത് എന്തൊക്കെയാണ് പക്ഷെ കാർബറേറ്ററിന് വേറെന്താ മാറ്റം പറ്റും? ഏത് അതാ ചെക്കന് പാൻസാർ അതെ തോണോ അങ്ങനെ രസീമ. ടർബോ 800 ടർബോ സിസ്റ്റം. ഇത് ബാക്കിന്ന് എടുത്തു ടർബോ സിസ്റ്റം അടിയടാ. ഇതിനോട് ബൈക്കിന് സെക്ഷൻ കിട്ടോ? പഴയ മോഡൽ. അതെ പ്രിയപ്പെട്ട കൊണ്ടോട്ടിയിലെ ചെറുപ്പക്കാരെ, വളരെ ആകാംക്ഷയോടെ നിങ്ങളെ ഈ ഷോ കാണാൻ എത്തിയിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഇവിടെ കൊണ്ടോട്ടിയിൽ ഇത്തരമൊരു ഷോ അറേഞ്ച് ചെയ്യാൻ ഇതിന്റെ സംഘാടക സമിതി കാണിച്ച താല്പര്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ചെറുപ്പക്കാരായ ആളുകളെ നല്ലൊരു ട്രാക്കിലേക്ക് ആകർഷിക്കുവാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗം കാണിച്ചു കൊടുക്കുവാനുള്ള ഇതിന്റെ സംഘാടകരും അതുപോലെ തന്നെ പങ്കെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ക്ലബ്ബുകാര്, അതിലൂടെ കൊണ്ടോട്ടിയിലെ എല്ലാ വിഭാഗം ആളുകളുടെയും ഈ ഉദ്യമത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ ആശംസകളും നേരുകയാണ്. അത് പറയാനുള്ളത് വാഹനങ്ങളാണ്, നമ്മളാണ് ഇത് നിയന്ത്രിക്കുന്നത്. നമ്മളെ വാഹനം നിയന്ത്രിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. ജീവൻ പണയം വെച്ചിട്ടുള്ള കളികളാണ്. വാഹനം നമ്മുടെ നിയന്ത്രണത്തിൽ വേണം, നമ്മൾ പറഞ്ഞെടുത്ത് നിൽക്കണം. ആ ഒരു ലക്ഷ്യ ഉദ്ദേശം നമ്മുടെ ഉള്ളിലുണ്ടാവണം.
അടുത്തായി നിങ്ങളോട് സംസാരിക്കുന്നത് അർബൻ ഈവന്റിന്റെ DJ ആയ ശ്രീറാം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ശ്രീറാം. Hello everybody, thank you so much for getting me over here. I'm super excited to perform in front of you guys at the evening 7:30. All the best for all the people who have got their cars over here. I don't know Malayalam, please, sorry. And I love you all, thank you so much. Do support every single person over here. Make some noise. How's the Josh? രാത്രി DJ നൈറ്റിനെ പൊളിക്കണം നമുക്ക്. അപ്പോ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മളെ ഗീവവേന്റെ കാര്യം. M10 ഗ്രൂപ്പ് നടത്തുന്ന ആറ്റാറ് ഗീവവേ പറയാനില്ല സോറി. അതെ, ഇപ്പോഴും കമന്റ് ഇട്ടോളി. ഏതായിരിക്കും വണ്ടി നമുക്ക് കാത്തിരിക്കാം അല്ലേ? ഓക്കെ. അപ്പോ നമ്മളെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച M10 ഗ്രൂപ്പിനും അതുപോലെ തന്നെ നമ്മളെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി പറഞ്ഞു കൊടുക്കുക. ഞാനിവിടെ അവസാനിപ്പിക്കാണ്. താങ്ക് യു. ട്രിവാൻഡ്രത്ത് ഞാൻ ഈ വണ്ടി റിവീൽ ചെയ്യാൻ ഇങ്ങ് വരെ കൊണ്ടുവന്നത്. അപ്പോ മലപ്പുറത്തുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, പ്രത്യേകിച്ച് M10 ടീം. അടുത്തതായി നമ്മൾ വണ്ടി റിവീൽ ചെയ്യുകയാണ്. അപ്പൊ ബൈക്ക് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ വണ്ടികളും നമ്മുടെ ഓട്ടോഷോ ഏതാണ്ട് അവസാനിച്ച ഹോട്ടലാണ്. ഇപ്പൊ എല്ലാ വണ്ടികളും റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാല് ബൈക്ക് സ്റ്റാൻഡിൽ കുറെ വണ്ടി പോയി പുറത്തിറക്കിയിട്ടുണ്ട്. ഓരോ വണ്ടിയാണ് ഇങ്ങനെ ഇറക്കാണ്. ജെസിബ്രോ അവിടെ അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ 3 വർഷം നിങ്ങൾക്ക്
ഗീവേ അല്ലെ, ഈ ഒരു അടാറ് ഗീവേ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചത് കാഞ്ചന മേടിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവച്ചത് വണ്ടി. നിങ്ങൾക്ക് ഈ വണ്ടി ഫ്രീ ആയി തരാൻ പോവാണ്. അത് റാൻഡമായിട്ട് ലൈവിൽ നമ്മൾ റിസൾട്ട് എടുക്കാൻ പോവാണ്. എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പൾബ എന്ന പേജിലും M10 ഗ്രൂപ്പ് ഓഫീഷ്യൽ എന്നുള്ള പേജിലും അതുപോലെ പോസ്റ്റ് ലിങ്ക് എന്നുള്ള പേജിലും കൊളാബ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിരുന്നു. ഒരു വണ്ടി നിങ്ങൾക്ക് ഫ്രീ ആയി തരാൻ പോകുന്നുണ്ട് പറഞ്ഞിട്ട്. അത് ഏതാണെന്നുള്ള നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത്. ഹോണ്ട സിറ്റി, ഹോണ്ട സിവിക്, ഹോണ്ട അക്കോർഡ് എന്നുള്ള ഈ 3 വണ്ടികളിൽ നിന്നും നിങ്ങൾ കമന്റ് ഇടുന്നതിനനുസരിച്ച് നമ്മൾ ഒരു വണ്ടി സെറ്റ് ചെയ്യും. അതിന്റെ ഗിവ് വീഡിയോ ഉടനെ വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ റിവ്യൂലാണ് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോ M10 ഗ്രൂപ്പ് ഓഫീഷ്യൽ എന്നുള്ള പേജ്, അതുപോലെ തന്നെ നമ്മുടെ പേജ്, അതുപോലെ തന്നെ പോസ്റ്റിംഗ് എന്നുള്ള പേജിനെ ഫോളോ ചെയ്ത് കൂടെ കൂടിയോടെ. അപ്പൊ ഇതിന്റെ ഗിവ് വീഡിയോ ഉടനെ നമ്മൾ ഔട്ട് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോകുന്ന ഹോണ്ട സിവിക്, ഏറ്റവും കൂടുതൽ ഫാൻ ബേസുള്ള ഈ ഒരു ഹോണ്ട സിവിക് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയി തരാൻ പോകുന്നത്. നമ്പറും കണ്ടോളിട്ടോ. ഇത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടായതുകൊണ്ടാണല്ലോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കമന്റ് ഇട്ടത്. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരുപാട് പേര് സിവിക് സിവിക് സിവിക്. എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് വൃത്തിയാക്കിയിട്ട് നല്ല നേക്കാക്കി ക്വാളിറ്റിയിൽ മാത്രമേ നമ്മൾ തരുള്ളൂ. ഇത് 2 ദിവസം കൊണ്ട് സെറ്റ് ചെയ്ത വണ്ടിയാണ്. അപ്പൊ ചെറിയ ചെറിയ അപാകതകൾ എന്തെങ്കിലും ഇത് തോന്നുന്നുണ്ടെങ്കിൽ അത് ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ തരുള്ളൂ. അപ്പൊ സെറ്റ് അല്ലേ? എല്ലാവരും ഓക്കെ ആണോ? അപ്പൊ ഇതിലെല്ലാവരും പങ്കെടുക്കൂലേ? പങ്കെടുക്കാണെങ്കിൽ പറയുന്നവര് ഒന്ന് ഒച്ചളക്കാണ് കൊണ്ടോട്ടിക്ക് പവറില്ലേ? എല്ലാം വെച്ചാലേ അടിപൊളിയാണ്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്ത് ഇവിടെയാണ് വണ്ടി ഭ്രാന്തന്മാരെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അല്ലാതെ വേറെ ഒന്നും പൊന്തിക്കാനല്ലേ നമ്മളത്. പൊളിക്കൊന്ന് കൈയടിച്ചാണ് എങ്ങനെ ബൈക്ക് സ്റ്റാൻഡിന് വേണ്ടി ഇങ്ങനെ റെഡി ആയി സെറ്റായി നിൽക്കുമ്പോഴാണ് റീച്ചാക്കി മഴ പെയ്തു. നൈസായിട്ട് മൂഞ്ചി കുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ ബൈക്ക് സ്റ്റാൻഡിൽ മയത്ത് നടക്കുമെന്ന് അറിയില്ല, നോക്കണം. ഒക്കെ പായാണ് മയത്തഞ്ച് പോള ഏകദേശം ആലപ്പുഴ കോട്ടയോ അങ്ങനെ ഏതോ എറണാകുളം വണ്ടികളാണ്. ഓരോരോ ടീം സെറ്റായിട്ട് പോകുന്നത് നടക്കാൻ കുട്ടികൾ വരുന്നില്ല. മഴ ഇതപ്പോൾ എല്ലാവരും സ്റ്റാൻഷനാണ് ഈ ഒരു ടൈമിൽ നടക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും കോപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. സഹകരണം ഇല്ലാന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റാൻഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. മാക്സിമം എല്ലാവരും ബാക്കിലേക്ക് ഇറങ്ങി നിന്ന് സ്പേസ് ഇട്ട് നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. സ്റ്റാൻഷൻ ആണ് കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും മാക്സിമം ബാക്കിലേക്ക് ഇറങ്ങി നിന്ന് മാക്സിമം കോപ്പറേറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. സൈഡിൽ നിൽക്കുന്ന ഏറ്റവും ഫ്രണ്ടിലായിട്ട് നിൽക്കുന്ന ഒരാൾ താഴേക്ക് ഇറങ്ങി ഒന്ന് കോപ്പറേറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. സ്റ്റാൻഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും കോപ്പറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. ആ ഒരു സഹകരണം കിട്ടിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷോ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. സോ എല്ലാവരും മാക്സിമം കോപ്പറേറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ബാക്കിലേക്ക് ഇറങ്ങി നിന്ന് എല്ലാവരും സംസാരിക്കേണ്ടതാണ്.
വരുന്ന എല്ലാവരും താഴേക്ക് ഇറങ്ങി ഒന്ന് സഹകരിക്കണം എന്ന് അനൗൺസ് ചെയ്യുന്നു. ബൈക്ക് സ്റ്റണ്ട് കഴിഞ്ഞ് നൈസായിട്ട് പിന്നെ മഴ ചെയ്തു. ഞങ്ങളാ കൂടാരത്തിൽ പിന്നെ വണ്ടി കയറി അല്ലേ? ഗ്യാരണ്ടി വന്നു. ഇപ്പൊ തന്നെ നനഞ്ഞ് കുറച്ചാറ് നിന്ന് നോക്കി, പിന്നെ രാഹുല പറഞ്ഞപ്പോ പാഞ്ഞു. അയ്യോ, അപ്പൊ ഇനി DJ ഉണ്ട്, വെടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കി കഴിഞ്ഞു. എന്താണ് നല്ല മഴയാണ്. അപ്പൊ ഞങ്ങള് മഴ അനണ്ടാഴ്ചപ്പോ ഇതിന്റെ ഉള്ളിൽ കയറിക്കാണ്. മഴ ചെയ്തിട്ട് ലോക്കായി. പുറത്ത് നല്ല മഴ, നല്ല പക്ഷെ അവിടെ ചെക്കന്മാർക്കുള്ള പാട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. കാണിച്ചു ഇറക്കി പുറത്ത് നല്ല മഴയാണ്, നല്ല കിണ്ണങ്കാച്ച് മഴയാണ്. പക്ഷെ അവിടെ DJ കാര്യങ്ങൾ കൂടെ നടന്നു കൊടുക്കുക. ഞങ്ങൾ ഇങ്ങനെ കയറി നനയെ വയ്യല്ലേ പറയാം. ഒന്നും കേൾക്കണില്ല, മഴ ഒന്നും കേൾക്കൂല. ഞാനേ ഇപ്പൊ DJ ഇടത്തോടത്തൊന്ന് കാണിച്ചതാ.
അപ്പൊ മുത്തുമണിക്ക് നമ്മളെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങില്ലേ? പരിപാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. കിണ്ണ വണ്ടികളായാലും അടിപൊളി, ബൈക്ക് സ്റ്റാൻഡിലായാലും നൈറ്റ് ഡീജെ ആവും. ഡീജെ ഒക്കെ ചാടി കളിച്ച് ഒന്നുമില്ലാത്തൊരു മഴ. ഞങ്ങൾ വരെ കുളിച്ചാൽ ഫുള്ള് നന്നിക്കുക. മഴ ഉച്ചയ്ക്ക് വെയിലും കൊണ്ട് രാത്രി മഴയും കൊണ്ട് നല്ല രസമുണ്ട്. ഇപ്പൊ നല്ല തലവേന എടുക്കുന്നു. ഞാൻ നൈസായിട്ട് ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മളെ പരിപാടി എടുത്ത എംടെൻ ഗ്രൂപ്പില്ലേ, ഒരുപാട് നന്ദി. കാരണം എന്താ വെച്ചാല് നമ്മളെ ഞാൻ പറഞ്ഞല്ലോ എറണാകുളത്തിനല്ല മറ്റേ കോള തന്നെ ഒരു 5 കോള ഇറങ്ങിയതല്ലോ, വീഡിയോയിൽ പറഞ്ഞത് അതൊക്കെ. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് റിവീൽ ചെയ്യാൻ വേണ്ടി ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് മലപ്പുറത്ത് മലപ്പുറത്തേക്ക് വന്നു റിവീൽ ചെയ്യാൻ. അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടി ബ്രാൻഡിന്റെ ഏറ്റവും മൂത്ത നാട് മലപ്പുറം എന്നാണ്. എല്ലാ നാട്ടിലും കിട്ടും, ഒരു നാടിനെ നമ്മൾ ഇതാക്കി പറയല്ല. പക്ഷെ എന്നാലും വണ്ടി കളിക്കാൻ ഇതിനായാലും നമ്മൾ മുന്നിട്ടിട്ടുണ്ട്. അത് നമുക്ക് സ്വകാര്യ അഹങ്കാരമാണ്. നമ്മളൊരു ഗേവ് നടക്കുന്നുണ്ടല്ലേ, കാരണം അത് നമ്മളെ സ്കൾബറിനെ കണ്ടു. ഞങ്ങള് സ്കൾബറായിട്ട് സംസാരിച്ചു. അപ്പൊ ഒരു പറഞ്ഞ വെച്ചാൽ അത് ഓരോ ചാനലിൽ വരും, അത് ടൈം ആകുമ്പോൾ വരും. അപ്പൊ എല്ലാരും പങ്കെടുക്കുക. ഹോണ്ട സിവിക് അല്ല ഉണ്ട്. അപ്പൊ എല്ലാരും പങ്കെടുത്തല്ലേ, ആർക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് അപ്പൊ ഭാഗ്യവാൻ നിങ്ങളാവാം. നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ? അത് കുറെ ട്രൈ ചെയ്യാം. അതെ, നമുക്ക് നോക്കാം. അപ്പൊ ഇതൊക്കെ തന്നെ പറയാനുള്ളത്. എന്തായാലും ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്താണ് അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.